SIRൻ്റെ രൂപീകരണത്തോട് കൂടിയിട്ട് വോട്ടർ പട്ടികയിൽ നമ്മുടെ പേര് നഷ്ടപ്പെട്ടു പോകാതിരിക്കാൻ എത്രത്തോളം ശ്രദ്ധയാണ് നമ്മൾ പുലർത്തുന്നത്. സാമൂഹിക മാധ്യമങ്ങളിലൂടെ SIRൽ നിന്നും ഒഴിവാക്കപ്പെടുന്നവർ ആരാണ് എന്ന് ഭയപ്പെടുത്തുന്ന രൂപത്തിലുള്ള വാർത്തകളൊക്കെ വരുമ്പോൾ അത് വളരെ പ്രാധാന്യത്തോടെ നാം കാണുകയും ആ പട്ടികയിൽ നാമും കുടുംബവും നമ്മുടെ മക്കളുമൊക്കെ ഉൾപ്പെടണമെന്ന് വല്ലാത്ത നിർബന്ധവും അതിനുവേണ്ട ബദ്ധശ്രദ്ധയും നാം ചെലുത്താറുണ്ട്. എന്നാൽ സഹോദരങ്ങളെ, നാളെ പരലോകത്ത് ഇങ്ങനെ ഒരു ലിസ്റ്റുണ്ട്. ആ ലിസ്റ്റിൽ നമ്മളും നമ്മുടെ കുടുംബവും നമ്മുടെ പേരമക്കളുമൊക്കെ ഉൾപ്പെടണമെന്ന ആഗ്രഹം നമ്മുടെ ഹൃദയത്തിലുണ്ടോ? അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ സൂറത്ത് നൂറിലൂടെ അള്ളാഹു പറയുന്ന ഏറ്റവും സുപ്രധാനമായ ഒരു ഭാഗം, നൂറുൻ അലാ നൂർ, പ്രകാശത്തിന് മേൽ പ്രകാശം. ആ ലിസ്റ്റിൽ വരുന്നവർ, ആ നൂറ്, ആ അള്ളാഹുവിൻ്റെ ആ വിശുദ്ധ ഖുർആനിൻ്റെ നൂറ് കിട്ടുന്ന മനുഷ്യരാരാണ്? എല്ലാവരുമല്ല. യഹ്ദില്ലാഹു ലിനൂരിഹി മൻ യശാഉ, ആ നൂറിൽ അള്ളാഹു ഉദ്ദേശിക്കുന്നവരെയാണ് അള്ളാഹു ആ ലിസ്റ്റിൽ ഉൾപ്പെടുത്തുന്നത്. ആ ലിസ്റ്റിലുള്ളവരുടെ ചില പ്രത്യേകതകൾ അതിനടുത്ത ആയത്തിൽ അള്ളാഹു ഓർമ്മപ്പെടുത്തി. റിജാലുൻ, ചില മനുഷ്യരാണ്. ലാ തുൽഹീഹിം തിജാറത്തും വലാ ബൈഉൻ അൻ സിക്രില്ലാഹി വഇഖാമിസ് സ്വലാത്തി വഈതാഇസ് സകാത്തി, അള്ളാഹുവെ സ്മരിക്കുന്നതിൽ നിന്നും നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുന്നതിൽ നിന്നും സകാത്ത് നൽകുന്നതിൽ നിന്നും കച്ചവടമോ അല്ലെങ്കിൽ അവരുടെ സാമ്പത്തികമായ ഇടപാടുകളോ അവരുടെ ശ്രദ്ധ തിരിച്ചുവിടുകയില്ല. അഥവാ കച്ചവടത്തിലും ഈ ലോകത്തിൻ്റെ സൗന്ദര്യത്തിലും സൗരഭ്യത്തിലുമൊക്കെ പെട്ടിട്ട് നമസ്കാരത്തെക്കുറിച്ചും ദൈവബോധത്തെക്കുറിച്ചും മറ്റുള്ളവർക്ക് കൊടുക്കേണ്ട ദാനധർമ്മത്തെക്കുറിച്ചും അവർ വിസ്മൃതിയിലാവുകയില്ല. എന്താണ് കാരണം? യഖാഫൂന യൗമൻ തതഖല്ലബു ഫീഹിൽ ഖുലൂബു വൽ അബ്സാർ, ഹൃദയങ്ങളും കണ്ണുകളും അന്താളിച്ചു പോകുന്ന, വിറങ്ങലിച്ചു പോകുന്ന, ഇളകി മറിയുന്ന ഒരു ദിവസത്തെ അവർ ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ പരലോകത്തിൻ്റെ ലിസ്റ്റിൽ വരണമെന്ന ആഗ്രഹം. നമ്മുടെ ജീവിതത്തിൽ ഒരു ഡോക്ടർ പറഞ്ഞു ക്യാൻസർ ആണോ എന്നൊരു സംശയം. നമ്മുടെ ചെക്കപ്പെല്ലാം കഴിഞ്ഞ് അതിൻ്റെ റിസൾട്ട് വരുന്നതിന് മുമ്പ്, അതിൻ്റെ ലിസ്റ്റിലേക്ക് വരുന്നതിന് മുമ്പ് നമ്മുടെ